ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കെട്ടിടത്തിലെ ഗ്ലാസ് ഭിത്തികൾ അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തി. ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിട പരിസരത്ത് മരക്കൊള്ള നടന്നതായി ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം. 3 പേർക്ക് കൂടി തെരുവുനായയുടെ കടിയേറ്റു. വടക്കാഞ്ചേരിയിൽ തേനീച്ചയുടെ കുത്തേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റു. മേത്തല പടന്നയിൽ വീട്ടിൽ കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 13.5 പവൻ സ്വർണം കവർന്നു. കടവല്ലൂർ കല്ലുംപുറത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചാലിശ്ശേരി സ്വദേശി ബാബുവാണ് മരിച്ചത്. അഴീക്കോട് ഇതര സംസ്ഥാന ബോട്ടുകൾ നിരോധിത പൈലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിനെ തുടർന്ന് കടലിൽ സംഘർഷം. 2 ബോട്ടുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടി. കൊരട്ടിമുത്തിയുടെ തിരുനാളിന് തീർത്ഥാടക പ്രവാഹം. പൂവൻകുല നേർച്ച സമർപ്പണത്തിന് വൻ ഭക്തജനത്തിരക്ക്. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടത്തിന്റെ ആശുപത്രി കെട്ടിടത്തിലെ ലക്ഷങ്ങൾ വില വരുന്ന വലിയ ഗ്ലാസ് ഭിത്തികൾ അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തി. ഗ്ലാസുകൾ ഉറപ്പിച്ചിരുന്ന മെറ്റൽ ചാനലുകൾ മോഷ്ടിച്ചു കടത്തിയതായി സംശയിക്കുന്നു. നിരവധി നിർധന കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ടിയിരുന്ന ചരൽപ്പറമ്പിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണം വിവാദങ്ങളിലകപ്പെട്ട് പാതി വഴിയിൽ നിലച്ചിരുന്നു. ഫ്ളാറ്റ് കെട്ടിടങ്ങളിലെ ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു വശത്തെ ഭീമൻ ഗ്ലാസ് ഭിത്തികളാണ് തകർത്തത്. മുൻപും ഫ്ളാറ്റ് കെട്ടിടങ്ങൾക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം നടന്നിട്ടുണ്ട്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തകർച്ചയുടെ വക്കിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം തടയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ഇല്ലാത്ത സ്ഥിതിയാണ്. ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഫ്ളാറ്റ് പരിസരത്തെ നിരവധി മരങ്ങൾ റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ മുറിച്ചുകടത്തിയതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. DCC സെക്രട്ടറി K. അജിത് കുമാർ, കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മയിൽ, ശശിമംഗലം, മച്ചാട് കുട്ടൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ്, അനു സെബാസ്റ്റ്യൻ, സിദ്ദിഖ് മാരാത്തുകുന്ന് തുടങ്ങിയവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ തൈക്കാട് ഇരിങ്ങപ്പുറം മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. ശനിയാഴ്ച രാവിലെ 3 പേരെ കൂടി തെരുവുനായ ആക്രമിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മുതൽ രാത്രി 9 വരെ മേഖലയിൽ 12 പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തൈക്കാട് പള്ളി റോഡിലെ വാഴപ്പിള്ളി സ്റ്റോഴ്സ് ഉടമ ചൊവ്വല്ലൂർപ്പടി സ്വദേശി വാഴപ്പിള്ളി ജേസൺ, ലോട്ടറി വിൽപ്പനക്കാരൻ തമിഴ്നാട് സ്വദേശി രാജൻ, പശ്ചിമബംഗാൾ സ്വദേശി ഷറഫുൽ ഷേഖ് എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. സൈക്കിളിൽ പോവുകയായിരുന്ന ഷറഫുൽ ഷേഖിന് മുകളിലേക്ക് നായ ചാടി വീണു. വസ്ത്രം കടിച്ചു പറിച്ചെങ്കിലും ശരീരത്തിൽ കടിയേറ്റില്ല. രാജന്റെ ദേഹത്തേക്ക് ചാടി വീണ നായയെ കയ്യിലുള്ള ബാഗ് കൊണ്ട് അടിച്ചോടിപ്പിച്ചു. രാവിലെ കട തുറക്കാനായി ബൈക്കിൽ വരുന്നതിനിടയിലാണ് ജെയ്സനെ ആക്രമിച്ചത്. ബൈക്കിൽ നിന്ന് വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെളുത്ത നിറത്തിലുള്ള നായയാണ് ആക്രമണം നടത്തുന്നതെന്ന് ഇരയായവർ പറഞ്ഞു. ഈ നായയെ എത്രയും പെട്ടെന്ന് പിടികൂടി നാട്ടുകാരുടെ ഭീതി അകറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തെരുവുനായ്ക്കൾ വാഴും ഊരായി ഗുരുവായൂർ മാറുന്നു. 600-ലധികം തെരുവുനായ്ക്കളാണ് നഗരം അടക്കി വാഴുന്നത്. ഏത് സമയത്തും ആക്രമണകാരികളായേക്കാവുന്ന ഇവ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം തൈക്കാട് ഇരിങ്ങപ്പുറം മേഖലകളിലായി 12 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. വീട്ടമ്മയുടെ ചെവിയുടെ ഒരു ഭാഗം നായ കടിച്ചെടുത്തു.
തെരുവുനായ ആക്രമണം ഗുരുവായൂരിന് പുതുമയല്ല. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരും സെക്യൂരിറ്റി ജീവനക്കാരും തെരുവുനായ്ക്കളുടെ പല്ലിന്റെയും നഖത്തിന്റെയും മൂർച്ച അറിഞ്ഞിട്ടുണ്ട്. കോഴികളെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചു കൊല്ലുന്നത് സ്ഥിര സംഭവമാണ്. തെരുവുനായ്ക്കൾ കുറുകെ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. തെരുവുനായ ആക്രമണം നേരിടുന്നവർക്ക് സഹായം നൽകാൻ നഗരസഭയിൽ യാതൊരു സംവിധാനവുമില്ല. 6 മാസം മുൻപ് തൈക്കാട് നെന്മിനി മേഖലയിൽ 11 പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഇവർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചെങ്കിലും ഇതുവരെ നഷ്ടപരിഹാരമൊന്നും ലഭിച്ചിട്ടില്ല. ക്ഷേത്ര പരിസരത്തും വിദ്യാലയങ്ങൾക്കടുത്തും കുട്ടികളുടെ പാർക്കിന് സമീപത്തും നിരത്തുകളിലും തെരുവുനായ്ക്കൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. കോവിഡിന് മുൻപാണ് നായ്ക്കൾക്ക് വന്ധ്യംകരണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ചിൽ 250 തെരുവുനായ്ക്കൾക്ക് നഗരസഭ പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരുന്നു. നഗരത്തിൽ മാത്രം 600ഓളം തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് നഗരസഭയുടെ അനൌദ്യോഗിക കണക്ക്. ഇതുപ്രകാരം പകുതിയിലധികം നായ്ക്കൾക്കും പേവിഷ കുത്തിവയ്പ് എടുത്തിട്ടില്ല. മാലിന്യ സംസ്കരണ രംഗത്തുണ്ടായ മാറ്റം തെരുവുനായ്ക്കളുടെ വർധനവ് തടയാൻ ഇടയാക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. തെരുവിൽ കഴിയുന്നവർക്ക് സംഘടനകളും വ്യക്തികളും ദിവസവും പൊതിച്ചോറ് നൽകാറുണ്ട്. പലരും 2-3 പൊതികൾ വാങ്ങുകയും വലിച്ചെറിയുകയുമാണ് ചെയ്യുന്നത്. സ്ഥിരമായി തെരുവുകളിൽ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവരുമുണ്ട്. ഇതെല്ലാം തെരുവുനായ്ക്കളെ ഊട്ടി വളർത്തുന്നതിന് കാരണമാകുന്നുണ്ട്. TCV ന്യൂസ്, ഗുരുവായൂർ. മച്ചാട് കരുമത്രയിൽ നിരവധി പേർക്ക് തേനീച്ച കുത്തേറ്റു. കരുമത്ര പടിഞ്ഞാറ്റുമുറിയിൽ മൂർഖനാട്ട് ബാലസുബ്രഹ്മണ്യൻ, മകൻ ശ്യാം സുബ്രഹ്മണ്യൻ, തടത്തിൽ ശ്രീകുമാർ, ചക്കിങ്ങൽ കോമളം, പുതിയടത്തിൽ രാധ, ഇതര സംസ്ഥാന തൊഴിലാളി ദിവാകർ, മടത്തിലാത്ത് ലക്ഷ്മിക്കുട്ടി, പണ്ടാരത്തിൽ കുമാരി, പണ്ടാരത്തിൽ രാധ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും നില ഗുരുതരമല്ല. മേത്തല പടന്നയിൽ വീട്ടിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 13.5 പവൻ സ്വർണം കവർന്നു. പടന്ന പൊയിലിങ്ങൽ ഷിഹാബിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഏതാനും ദിവസം മുൻപ് പടന്ന ഗ്രാമവേദിയുടെ സാംസ്കാരിക പരിപാടി കാണാൻ വീട്ടുകാർ പോയിരുന്നു. വീടിന്റെ താക്കോൽ സിറ്റൌട്ടിലുള്ള ഷൂറാക്കിൽ വെച്ചാണ് ഇവർ പോയത്. മടങ്ങിവന്ന വീട്ടുകാർ ആ ദിവസങ്ങളിലൊന്നും മോഷണവിവരം അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം അലമാരയിലെ പേഴ്സ് തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടതായി അറിഞ്ഞത്. പോലീസിൽ പരാതി നൽകി. കടവല്ലൂർ കല്ലുംപുറത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചാലിശ്ശേരി ചീരൻ വീട്ടിൽ 58 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. ബാബു പെയിന്റിംഗ് തൊഴിലാളിയാണ്. കൊല്ലത്ത് നിന്നും കോഴിക്കോട്ടേക്ക് കുടുംബവുമായി സഞ്ചരിച്ചിരുന്ന കാറാണ് ഇടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ കാർ ഡ്രൈവർ അക്ഷയ്, കാൽനട യാത്രക്കാരി എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന 2 ബൈക്കുകളിലേക്കും ഒരു ഓട്ടോറിക്ഷയിലേക്കും ഇടിച്ചു കയറി. ദേശീയപാതയിൽ ചാലക്കുടി കോസ്മോസ് ക്ലബിന് സമീപം KSRTCയുടെ സ്വിഫ്റ്റ് പ്രീമിയം ബസിന്റെ ചക്രം ഊരിപ്പോയി. വൻ ദുരന്തം ഒഴിവായി. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന ബസിന്റെ ചക്രമാണ് ഊരിപ്പോയത്. അതിവേഗതയിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ മുൻഭാഗത്തെ ഇടതുവശത്തെ ചക്രമാണ് ഡിസ്ക് ഊരിത്തെറിച്ചു പോയത്. ഊരിപ്പോയ ചക്രം ഇരുചക്രവാഹനങ്ങളുടെ ഇടയിലൂടെ സമീപത്തെ പറമ്പിലേക്ക് തെറിച്ചു വീണു. ബസ്സിലുണ്ടായിരുന്ന 27 യാത്രക്കാരെ പിന്നീട് മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. അഴീക്കോട് ഇതര സംസ്ഥാന ബോട്ടുകൾ നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിനെ തുടർന്ന് കടലിൽ സംഘർഷം. 2 ബോട്ടുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടി. അഴീക്കോട് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് അനധികൃത മത്സ്യബന്ധനം നടത്തിയ കർണാടക രജിസ്ട്രേഷനുള്ള ബോട്ടുകളാണ് മത്സ്യത്തൊഴിലാളികൾ പിടികൂടിയത്. പിടിയിലായ ബോട്ടുകൾ പിന്നീട് ഫിഷറീസ് വകുപ്പിന് കൈമാറി. പോലീസിലും ഫിഷറീസിലും വിവരം അറിയിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് പട്രോളിംഗ് ബോട്ട് എത്തിയതെന്ന് ആരോപിച്ച് തൊഴിലാളികൾ പ്രതിഷേധിച്ചു. ഏറെ നേരത്തെ വാക്കുതർക്കത്തിനൊടുവിൽ തീരദേശ CI സി രമേശ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചു. പിടികൂടിയ ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു.
അനധികൃത മത്സ്യബന്ധനവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷവും തടയാൻ പോലീസും ഫിഷറീസ് വകുപ്പും കടലിൽ പെട്രോളിംഗ് ശക്തമാക്കണമെന്നും അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ പെലാജിക് പെട്രോളിംഗുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇതേ രീതിയിലുള്ള വൻകിട ബോട്ടുകളും തമ്മിൽ വലിയ സംഘർഷങ്ങൾ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പാണ് ഈ പെട്രോളിങ്ങിനെതിരായിട്ട് ഇവിടെ നടന്ന പ്രക്ഷോഭത്തിനിടയിൽ പോലീസുമായിട്ട് സംഘർഷം വരിക. ഞങ്ങൾ തൊഴിലാളികൾക്ക് പരിക്കേൽക്കും. നിരപരാധികളായ തൊഴിലാളികളെ നേരെ പോലീസ് PDPP ആക്ട് ഉൾപ്പെടെ കേസെടുക്കുകയും ചെയ്തു. നിരന്തരമായിട്ട് ഈ സംഘർഷം വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഈ പെട്രോളിംഗ് സംവിധാനത്തിന്റെ പോരായ്മയുടെ ഭാഗമായിട്ടാണ് ഇന്ന് കടലിൽ പണിക്ക് പോയ മുഴുവൻ തൊഴിലാളികളും തിരിച്ചു വന്ന് ഇവിടെ ഒരു പ്രതിഷേധം അറിയിക്കാനായിട്ടൊരു ഘട്ടമുണ്ടായിട്ടുള്ളത്. കൊരട്ടി പള്ളിയിലെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. പൂവൻകുല വഴിപാടിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചതോടെയാണ് 15-ാം ഇടം വരെ നീണ്ടുനിൽക്കുന്ന പൂവൻകുല വഴിപാടിന് തുടക്കമായത്. ഞായറാഴ്ച രാവിലെ നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ജോൺസൺ കക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 3-ന് അങ്ങാടി ചുറ്റി പ്രദക്ഷിണം നടക്കും. പ്രദക്ഷിണം കിഴക്കേ അങ്ങാടി കപ്പേളയിലെത്തുമ്പോൾ സാംബവ സമുദായത്തിന്റെ പാട്ടും കൂത്തും മുടിയാട്ടവും നടക്കും. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP-യെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ റോഡ് ഉപരോധിച്ചു. ഇന്ദിരാഭവനിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ വടക്കേനടയിൽ റോഡ് ഉപരോധിക്കുകയായിരുന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി അഡ്വക്കേറ്റ് VM മൊഹിയുദ്ദീൻ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ PV രമണൻ, K വേണുഗോപാൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം, PU സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ഥിതിവിശേഷം കഴിഞ്ഞ ദിവസം കാണുമ്പോൾ കേരളത്തിലെ പിണറായിയുടെ പോലീസ് ഇന്ന് കേരളത്തിലെ സാധാരണക്കാരെയും മുഴുവൻ ജനങ്ങളെയും ആക്രമിക്കുന്ന, അവരെ നരനായാട്ട് നടത്തുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു സംശയവും വേണ്ട, നമ്മുടെ കേരളത്തിന്റെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP-യെയും കോൺഗ്രസ് നേതാക്കളെയും അകാരണമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെരിഞ്ഞനത്ത് നിന്നും ആരംഭിച്ച പ്രകടനം 3 പീടിക അറവുശാലയിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KSU ആ ചെയർമാൻ സ്ഥാനം നേടിയിരിക്കുകയാണ്. അതിൻ്റെ അസഹിഷ്ണുതയാണ് പേരാമ്പ്രയിൽ നടന്ന ഈ അജ്ഞാത താണ്ഡവ നൃത്തം. ഇതിൽ ഏറ്റവും മുൻകൈ എടുത്തത് ാണ്. ഷാഫി പറമ്പിൽ MP-ക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് വലപ്പാട് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ DCC സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, CM നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പിണറായി വിജയന്റെ മകൻ വിവേക് വിജയന് ED സമൻസ് അയച്ചു നിൽക്കുമ്പോൾ പിണറായി വിജയനും കുടുംബവും കേരളം കൊള്ളയടിക്കുമ്പോൾ ഷാഫി പറമ്പിൽ MP-യെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പുതുക്കാട് ദേശീയപാത ഉപരോധിച്ചു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ദേശീയപാതയിലൂടെ വാഹനങ്ങൾ തടഞ്ഞ് പ്രകടനവുമായെത്തിയ പ്രവർത്തകർ പുതുക്കാട് സെന്ററിൽ റോഡ് ഉപരോധിക്കുകയായിരുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് പിടിച്ചുമാറ്റി. തുടർന്ന് നടന്ന ധർണ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി സെബി കൊടിയൻ, PH സാദത്ത്, KJ ജോജു, രജനി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നെല്ലുവായ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിസിസി സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മുതിർന്ന നേതാവ് NK അലി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചെറുമനേങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട ഒരു കാരണവശാലും നടപ്പിലാവാൻ പോകുന്നില്ല എന്ന് അടിയേറ്റതിനു ശേഷം തൃശൂരിലെ കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംരംഭക കൂട്ടായ്മയുടെ ആസ്ഥാന മന്ദിരമായ TCV ടവർ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. തൃശൂർ പൂത്തോൾ എക്സൈസ് അക്കാദമിക്ക് സമീപത്തായി നിർമ്മാണം പൂർത്തീകരിച്ച തൃശൂർ കോർപ്പറേറ്റ് വെഞ്ചേഴ്സ് ലിമിറ്റഡ് കമ്പനിയുടെ ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം ഡിസംബർ ആദ്യവാരം നടക്കും. 20,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായാണ് അത്യാധുനിക രീതിയിലുള്ള ആസ്ഥാന മന്ദിരം സജ്ജീകരിച്ചിരിക്കുന്നത്. TCV ടവറിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം തൃശൂർ പേൾ റീജൻസിയിൽ നടന്നു. COA തൃശൂർ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 101 അംഗ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. TCV ലിമിറ്റഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ PB സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി, COA മുൻ ജനറൽ സെക്രട്ടറി KV രാജൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, TCV ലിമിറ്റഡ് കമ്പനി ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ, TCV ലിമിറ്റഡ് കമ്പനി അംഗം CA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല ക്ഷേത്രം സംരക്ഷിക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ നാമജപയാത്ര സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മമ്മിയൂർ നാരായണംകുളങ്ങര ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച നാമജപയാത്ര നഗരം ചുറ്റി പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി മുരളീധരൻ മലപ്പുറം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് ഗുരുവായൂർ ജില്ലാ സെക്രട്ടറി അനൂപ് ശർമ്മ, അനിൽ തളിക്കുളം, ശശി ആനക്കൂട്ടിൽ, സുനിൽ കൌക്കാനപ്പെട്ടി, നിജു ചക്കിത്തറ തുടങ്ങിയവർ സംസാരിച്ചു. വിദേശത്ത് ഓയിൽ കമ്പനിയിലേക്ക് വ്യാജ വിസ നൽകി 5.5 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ തിരുവനന്തപുരത്ത് നിന്നും ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ചങ്ങവിള സ്വദേശി കടവിള വീട്ടിൽ വിൻസാണ് പിടിയിലായത്. അബുദാബിയിലെ കമ്പനിയിലേക്ക് പമ്പ് ഓപ്പറേറ്ററായി ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വ്യാജ വിസ നൽകി 2 യുവാക്കളിൽ നിന്ന് 5,50,000 രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് അറസ്റ്റ്. കുമ്പളങ്ങാട് വീട്ടമ്മയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇല്ലിക്കോട്ടിൽ വീട്ടിൽ 58 വയസ്സുള്ള ഉഷയാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സ്വകാര്യ ബസ് ഡബിൾ ബെൽ മുഴക്കി പാഞ്ഞത് യാത്രക്കാരിയുടെ ജീവൻ രക്ഷിക്കാൻ. തൃശൂർ മണ്ണുത്തി ചിറക്കേക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ദേവദത്ത ബസ്സിലെ ജീവനക്കാരാണ് മാതൃകയായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് തൃശൂരിൽ നിന്നും മണ്ണുത്തിയിലേക്ക് വരുന്നതിനിടെയാണ് ബസ്സിലെ യാത്രക്കാരിയായ മണ്ണുത്തി രാജീവ് ഗാന്ധി നഗർ സ്വദേശി 47 വയസ്സുള്ള ബിന്ദു പ്രകാശ് ബസ്സിൽ കുഴഞ്ഞു വീണത്. ഉടൻ സഹയാത്രക്കാർ ചേർന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതിനിടെ പറവട്ടാനിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം എത്തിയ ബസ്സിൽ നിന്നും കണ്ടക്ടർ വൈശാഖ് അവിടുത്തെ ഡോക്ടറെ വിളിക്കാനോടി. എന്നാൽ അവിടെ ആ സമയം ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ഇതോടെ ബിന്ദുവിനെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിക്കാൻ പല വാഹനങ്ങൾക്കും കൈകാണിച്ചെങ്കിലും ആരും നിർത്തിയില്ല. ഇതേ തുടർന്നാണ് മറ്റ് യാത്രക്കാരുടെയും സമ്മതത്തോടെ സർവീസ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് ബസ് തിരിച്ചു നേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പാഞ്ഞത്. ഡ്രൈവർ ശ്രീജിത്ത് നിരന്തരം ഹോൺമുഴക്കി മിനിറ്റുകൾക്കുള്ളിൽ വാഹനം ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രി അങ്കണത്തിലേക്ക് ഹോൺമുഴക്കി പാഞ്ഞു വന്ന സ്വകാര്യ ബസ്സിനെ കണ്ട് ആശുപത്രി ജീവനക്കാരും മറ്റാളുകളും ആദ്യമൊന്ന് നമ്പരെന്നെങ്കിലും കാര്യമറിഞ്ഞതോടെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അവശയായ ബിന്ദുവിനെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി ആവശ്യമായ ചികിത്സയും നൽകി. അത്യാവശ്യ ഘട്ടത്തിൽ കൈവിടാതെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാർക്ക് നന്ദി പറയാനും ബിന്ദു മറന്നില്ല. TCV ന്യൂസ്, തൃശൂർ. കാപ്പ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി മുടവൻകാട്ടിൽ വീട്ടിൽ അൻഷാദാണ് അറസ്റ്റിലായത്. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 64 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. 129 പേരെ കാപ്പ പ്രകാരം നാടുകടത്തി. 193 ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുകയും ചെയ്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ?
അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ ഇത് ബഫറോഫിയ. അയ്യോ പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പാവർട്ടി പെരിങ്ങാട് പുഴയിൽ നിന്നും മണലെടുക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പാവർട്ടി പഞ്ചായത്ത് ഗ്രൌണ്ടിലാണ് മണൽ കയറ്റിയിടുന്നത്. സ്വകാര്യ കമ്പനിക്ക് 11 മാസത്തേക്കാണ് കരാർ നൽകിയിട്ടുള്ളത്. 3 മാസം കൂടുമ്പോൾ കരാറുകാരൻ 40,000 രൂപ നൽകണം. കരാർ അവസാനിക്കുന്നതോടെ പഞ്ചായത്ത് ഗ്രൌണ്ട് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തണമെന്നും കരാറിൽ നിർദ്ദേശമുണ്ട്. പ്രളയത്തെ തുടർന്ന് പുഴയിൽ ഏക്കൽ മണ്ണ് അടിഞ്ഞുകൂടി പുഴ ഇല്ലാതാകുന്ന അവസ്ഥയിലായിരുന്നു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന, വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, അംഗങ്ങളായ സൌമ്യ സുനിൽ, സിൽജി ജോജു, കെ സുധ, CB ജോൺസൺ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാബു ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു. ഫ്രാൻസിൽ നടന്ന ലോക റെയിൽവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ റെയിൽവേ ടീം വിജയകിരീടം ചൂടിയപ്പോൾ മലയാളികൾക്കും അഭിമാന നേട്ടം. പരിശീലകൻ മാള സ്വദേശി TJ സുരേഷ് കുമാറാണ് ഇന്ത്യൻ റെയിൽവേ ടീമിനെ നയിച്ചത്. 4 ഗ്രാൻഡ് മാസ്റ്റേഴ്സും 2 ഇന്റർനാഷണൽ മാസ്റ്റേഴ്സും ഉൾപ്പെടുന്ന ടീമിനെയാണ് TJ സുരേഷ് കുമാർ പരിശീലിപ്പിച്ചത്. ഇന്ത്യൻ റെയിൽവേയിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് താരങ്ങളായ ഡിപ്റ്റെയിൻ ഘോഷ്, P ശ്യാം നിഖിൽ, NR വൈശാഖ്, മിത്രഭ ഗുഹ, ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഹിമൽ ഗുസൈൻ, നിരാജ് സഹ എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മാള പൂപ്പത്തി സ്വദേശി സുരേഷ് കുമാർ മുൻ ഇന്ത്യൻ യൂത്ത് ടീം പരിശീലകനായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ സ്പോർട്സ് കോർഡിനേറ്റർ കൂടിയാണ്. നിലവിൽ ദേശീയ ചാമ്പ്യന്മാരാണ് ഇന്ത്യൻ റെയിൽവേ ടീം. നേരത്തെ ഇന്ത്യൻ റെയിൽവേ ടീമിൽ അംഗമായിരുന്ന TJ സുരേഷ് കുമാർ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം. ആരോഗ്യ കേന്ദ്രങ്ങളുടെ കാര്യക്ഷമത വ്യക്തമാക്കിയാണ് കയ്പമംഗലം കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരമായ നാഷണൽ ക്വാളിറ്റി അഷറൻസ് സ്റ്റാൻഡേർഡ് NQAS അംഗീകാരം ലഭിച്ചത്. OP സംവിധാനം, ലബോറട്ടറി, ദേശീയ ആരോഗ്യ പരിപാടി, ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ വിഭാഗങ്ങളിലായി അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രധാന സേവനങ്ങൾ, ഇൻഫെക്ഷൻ കൺട്രോൾ, ശുചിത്വം, ഗുണമേന്മ, രോഗീ സൌഹൃദ അന്തരീക്ഷം എന്നിവ വിലയിരുത്തിയാണ് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ദേശീയ ഗുണമേന്മ അംഗീകാരം നൽകുന്നത്. NQAS ലക്ഷ്യ അംഗീകാരത്തിന് 3 വർഷത്തെ കാലാവധിയാണുള്ളത്. അർബുദത്തെ തുടർന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന കോടശ്ശേരി സ്വദേശി നവനീതിന്റെ ചികിത്സയ്ക്ക് നാട്ടുകാർ കൈകോർക്കുന്നു. തിങ്കളാഴ്ച ചാലക്കുടിയിലെ 3 സ്വകാര്യ ബസ്സുകൾ നവനീത് ചികിത്സാ സർവീസ് നടത്തും. രാവിലെ 10-ന് സനീഷ് കുമാർ ജോസഫ് MLA മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. കോടശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡ് മാരാംകോട് എറ്റിയടത്ത് ബാബുവിന്റെയും മിനിമോളുടെയും മകനും കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ നവനീത് മജ്ജയിൽ ക്യാൻസർ ബാധിച്ച് അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് 40 ലക്ഷത്തിലധികം രൂപ ചിലവ് വരും. വാർത്താസമ്മേളനത്തിൽ നിഖിൽ ചന്ദ്രൻ, TS ജയൻ, ശിവൻ ഈശ്വരത്ത്, ബിജു വല്ലത്തുകാരൻ, ചാദേലി ജോയ്, ഷൈജു പട്ടത്ത്, സുജി പനങ്കുടൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭാ ഭരണത്തിനെതിരെ 40 കുറ്റാരോപണവുമായി കോൺഗ്രസ് 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മോചനയാത്ര സമാപിച്ചു. ചൊവ്വലൂർ പടിയിൽ നടന്ന സമാപന സമ്മേളനം DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ R രവികുമാർ, DCC സെക്രട്ടറി PK രാജൻ, UDF നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ്, നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് KPA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. അത് കുറേ വർഷങ്ങളായി കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. ചേലക്കരയിൽ നിന്ന് ആരംഭിച്ച ജാഥ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രവി പോലിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജിഷ് മാത്യു ആണ് ജാഥ ക്യാപ്റ്റൻ. മുൻ MLA MP വിൻസെന്റ്, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, നേതാക്കളായ വേണുഗോപാല മേനോൻ, VM കുര്യാക്കോസ്, KN സജീവൻ, റോയ് K ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ M പ്രവീൺ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് CS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. NSS വോളണ്ടിയർ CS നിവേദ്യ, VP സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു.
വരന്തരപ്പിള്ളി വെള്ളാരം പാടം ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാളും ജപമാലയർപ്പണവും ഞായറാഴ്ച നടക്കും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോസഫ് തെക്കേത്തല കാർമ്മികത്വം വഹിക്കും. വാർത്താസമ്മേളനത്തിൽ കൈക്കാരൻ റിൻഡോ ഞെരിഞ്ഞാംപിള്ളി, ജനറൽ കൺവീനർ ജോമോൻ ഞെരിഞ്ഞാംപിള്ളി, പബ്ലിസിറ്റി കൺവീനർ ജിബിൻ മാളിയേക്കൽ, ജോയിന്റ് കൺവീനർ ടിജേഷ് ടൈറ്റസ് എന്നിവർ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ഉപജില്ലാ AO ജീജ വിജയൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. കോലഴി പഞ്ചായത്ത് അംഗം കൃഷ്ണൻകുട്ടി, മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ സുരേന്ദ്രൻ, സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ, സ്കൂൾ പ്രിൻസിപ്പാൾ PJ ജോഫി, പ്രധാനാധ്യാപകരായ വിദ ഫ്രാൻസിസ്, MP മേഴ്സി എന്നിവർ പങ്കെടുത്തു. ശാസ്ത്രോത്സവത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉപജില്ലയിലെ 90 സ്കൂളുകളിൽ നിന്നായി 4000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. LP ഗണിതശാസ്ത്രമേളയിൽ മൂക്കാട്ടുകര GLP സ്കൂൾ ഓവറോൾ 3ാം സ്ഥാനം കരസ്ഥമാക്കി. സംസ്ഥാന വയോജന കമ്മീഷൻ പ്രവർത്തനം പ്രാദേശിക തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് പഞ്ചായത്ത് തലത്തിൽ വയോജനങ്ങൾക്കായി നിയമസഹായവേദി രൂപവൽക്കരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് സെമിനാർ ആവശ്യപ്പെട്ടു. സെമിനാർ പ്രൊഫസർ ഡോക്ടർ അനു പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KP സെലീന, KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് P. തങ്കം, സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, KO പൊറിഞ്ചു, ജോസ് കോട്ടപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തന പരിചയമുള്ള ആളുകളുടെ അടുത്തേക്ക് വളരെ തുച്ഛമായിട്ടുള്ള അനുഭവ സമ്പത്തും പ്രായോഗിക പരിചയമുള്ള ഞാൻ വരേണ്ട കാര്യമില്ല എന്ന് ഞാൻ അന്തിക്കാട് എക്സൈസ് ഓഫീസർമാർ അങ്കണവാടി കുട്ടികളുമായും രക്ഷിതാക്കളുമായും സൌഹൃദ സംവാദം സംഘടിപ്പിച്ചു. അന്തിക്കാട് കല്ലിട വഴി ഉഷസ് അങ്കണവാടിയിൽ നടന്ന സൌഹൃദ സംവാദത്തിന് അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ N. രാജേഷ് നേതൃത്വം നൽകി. വാർഡ് അംഗം ലീന മനോജ് അധ്യക്ഷയായി. ALMS അംഗങ്ങളായ നാസർ അന്തിക്കാട്, അബ്ബാസ് വീരാവുണ്ണി, രമ രഘു, പ്രിയങ്ക സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ 68ാം വാർഷികം ഞായറാഴ്ച ആഘോഷിക്കും. വാർഷിക യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. 750-ൽ പരം അംഗങ്ങളുടെ സംഘടനയ്ക്ക് 10 കോടിയുടെ ആസ്തിയാണ്. ചാവക്കാട് നഗരത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്കാളിയാകാൻ മർച്ചന്റ് അസോസിയേഷന് സാധിച്ചിട്ടുണ്ടെന്നും അസോസിയേഷൻ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ജനറൽ സെക്രട്ടറി ജോജി തോമസ് എന്നിവർ പറഞ്ഞു. ഇട്ടൂപ്പിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായി ഇവിടെ സംഘടന നിലവിൽ വന്നത്. സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് TI ഇട്ടൂപ്പായിരുന്നു. കുട്ടുങ്ങൽ അങ്ങാടി എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് ഏകദേശം 50ഓളം വ്യാപാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തുടങ്ങിവെച്ച ഈ പ്രസ്ഥാനം പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാലഘട്ടങ്ങളിൽ വളർന്ന് പന്തലിച്ച് ഇന്ന് ചാവക്കാട് മേഖലയിലെ വ്യാപാരികളുടെ മാത്രമല്ല പൊതുസമൂഹത്തിന് കൂടി ആശ്രയിക്കാവുന്ന രീതിയിലേക്കുള്ള സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ ഒട്ടനവധി സാമൂഹിക സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ആരംഭിച്ചിട്ട് ഇന്ന് സംഘടനയ്ക്ക് 10 കോടി രൂപയിൽ മേലെ ആസ്തിയുള്ള ഒരു സംഘടനയായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ സംഘടനയെ സാമ്പത്തികമായിട്ട് വളർത്താനും ഈ അവസരത്തിൽ സംഘടനയ്ക്ക് കഴിഞ്ഞു. ഇതിലൊക്കെ പ്രധാന പങ്കുവഹിച്ചത് 2003 മുതൽ 2007 വരെ കാലഘട്ടങ്ങളിൽ പ്രസിഡൻ്റായിരുന്ന ശ്രീ KV അബ്ദുൽ ഹമീദ്, വീണ്ടും 2011 മുതൽ ഇതുവരെ ഇപ്പോഴും പ്രസിഡൻ്റായിട്ട് തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് സംഘടന സാമ്പത്തികമായിട്ട് ഒരുപാട് വളർന്നത്. 1995 മുതൽ 99 വരെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് സംഘടനയ്ക്ക് വേണ്ടി 10 സെൻറ്റ് സ്ഥലം മേടിക്കുകയും ഇപ്പോൾ ഈ നിൽക്കുന്ന വ്യാപാര ഭവൻ പണി കഴിപ്പിച്ചതും അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു.
മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC യൂണിറ്റ് സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി വാരാഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ബാലചന്ദ്രൻ, മേജർ PJ സ്റ്റൈജു, പ്രിൻസിപ്പാൾ സന്തോഷ് T. ഇമ്മട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ആരോപിച്ചു. കഴിഞ്ഞ UDF ഭരണസമിതി നടത്തിയ അഴിമതികൾക്കെതിരെ വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് രജനി ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ KK സന്തോഷ്, ഐഷ B. അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പോർക്കുളം പഞ്ചായത്ത് 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് വികസന സദസ്സ് നടത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇങ്ങനെ നാനാതരത്തിൽ കളിസ്ഥലങ്ങൾ, കുന്നംകുളത്ത് 2 കളിസ്ഥലങ്ങളാണ്. അതിന്റെ ഭാഗമായി ഒരു ദിവസം പോലും കുന്നംകുളത്ത് ആ ഗ്രൗണ്ടിന് ഒഴിവില്ല. ഇപ്പൊ അത് കുട്ടികളുടെ ഹോസ്റ്റല്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,390 രൂപ, പവന് 91,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കെട്ടിടത്തിലെ ഗ്ലാസ് ഭിത്തികൾ അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തി. ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിട പരിസരത്ത് മരക്കൊള്ള നടന്നതായി ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം. 3 പേർക്ക് കൂടി തെരുവുനായയുടെ കടിയേറ്റു. വടക്കാഞ്ചേരിയിൽ തേനീച്ചയുടെ കുത്തേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റു. മേത്തല പടനയിൽ വീട്ടിൽ കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 13.5 പവൻ സ്വർണം കവർന്നു. കടവല്ലൂർ കല്ലുംപുറത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചാലിശ്ശേരി സ്വദേശി ബാബുവാണ് മരിച്ചത്. അഴീക്കോട് ഇതര സംസ്ഥാന ബോട്ടുകൾ നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിനെ തുടർന്ന് കടലിൽ സംഘർഷം. 2 ബോട്ടുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടി. കൊരട്ടിമുത്തിയുടെ തിരുനാളിന് തീർത്ഥാടക പ്രവാഹം. പൂവൻകുല നേർച്ച സമർപ്പണത്തിന് വൻ ഭക്തജന തിരക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.